വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. നമ്മളിത് വെൽവെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു പീസ് തുണിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഒരു ചെറിയൊരു ബിഗ് പീസ് വന്നു, അതിലാണ് ചെയ്തത്. ഓക്കെ, ഒരു ചെറിയ പീസാണ്. നമ്മുടെ കയ്യിൽ എത്ര വലിപ്പമുണ്ടോ ആ ഒരു വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്ക്വയർ ആക്കി എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഹെയർ ബാൻഡ് എൻ്റെ ഒരു ഫ്രെയിമുള്ള, അതായത് കവർ ചെയ്ത ഹെയർ ബാൻഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് മെറ്റാലിക് ഫ്രെയിമിൽ ഞാൻ വെൽവെറ്റിൻ്റെ തുണി കവർ ചെയ്തെടുത്തു. ജസ്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത്, വെൽവെറ്റ് അല്ലേ, അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അല്പം ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മൾ എൻഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്താലും മതി. ഏതാണ്, ഞാൻ എൻഡ് ടേപ്പ് ഒട്ടിക്കുന്നതുകൊണ്ട് ആണ് ഞാൻ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാത്തത്. ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് ആദ്യം ഒന്ന് തുടങ്ങുക. അതിനുശേഷം ഇതുപോലെ ആ എഡ്ജ് കവർ ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ടിരുന്നോളും. ഇനി എൻഡ് ടേപ്പ് പകരം നമ്മളവിടെ അല്പം ഗ്ലൂ കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് അതായാലും മതി. അത് നമ്മൾ എൻഡ് ടേപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇയറിൽ അത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഷാർപ്പായിട്ടുള്ളത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല നിവർത്തി തന്നെ എടുക്കണം. കാരണം ചിലത് ചുരുണ്ട് പോകും കേട്ടോ, അതുകൊണ്ടാണ്. അല്ലാതെ ഇത് കവർ ചെയ്ത് മാത്രം എടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഈ വെൽവെറ്റിൻ്റെ തുണി ഇല്ല എങ്കിൽ നമ്മൾ നെറ്റിൻ്റെയോ എന്തെങ്കിലും ഭംഗിയുള്ള പീസൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇതേ രീതിയിൽ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കുക. ഇത് വെറുതെ ഇങ്ങനെ വെൽവെറ്റ് കവർ ചെയ്തെടുത്തിട്ട് 2 ബീഡ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ ആ ഹെയർ ബാൻഡ് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. ഇനി അടുത്ത് നമ്മളത് ചെയ്ത് നിർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ എഡ്ജ് വരുന്ന കണ്ടല്ലോ, അത് നല്ല നീറ്റായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ എഡ്ജ് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് നിർത്തുക. എന്നിട്ട് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എഡ്ജിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സാറ്റിൻ റിബൺ ചുറ്റി വെച്ചാൽ മതി അവിടെ. ഇത് കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടായി കഴിഞ്ഞു. കാരണം നമുക്ക് ഹെയർ ബാൻഡ് കവർ ചെയ്തതിന് റേറ്റ് ഉണ്ട്. ഇതുപോലെ ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിനെ ഞാൻ കറക്റ്റായിട്ടൊരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തു. ഇതുപോലെ ചെറിയൊരു ഏറ്റക്കുറച്ചിലൊക്കെ വരും കേട്ടോ, കാരണം ബിഗ് പീസുകളല്ലേ നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റ് എടുക്കും പോലെ ചെയ്യുന്നതാണ്, ഫോൾഡ് ചെയ്തെടുക്കണം. വലിപ്പം വീതി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒത്തിരി ഇത് മടക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം ആയതുകൊണ്ട് ഞാനൊരു 3, അതിൻ്റെ അപ്പുറം നമുക്ക് എടുക്കാൻ പാടാണ് കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിൽക്കില്ല. കണ്ടോ, 3 ഫോൾഡിങ്. ഇനി ഇതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് നല്ല വേറെ വീതി കൂടുതലുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കാം. അപ്പോൾ നല്ല ആ ഫോൾഡിങ് കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ആ ഹെയർ ബോയുടെ ഭംഗി വരുന്നത്. ജസ്റ്റ് നന്നായിട്ട് ടൈ ചെയ്ത്, അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട് ഇത് ചെയ്താലും മതി കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഇനി സൂചി വെച്ചിട്ടായാലും കുറച്ച് ചെയ്താലും മതി. കണ്ടില്ലേ, ആ പ്ലേറ്റ് അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ, അതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും ആ ഒരു ഈക്വലായിട്ട് എടുക്കുമ്പോൾ. കണ്ടോ, ടൈ ചെയ്ത് മാറ്റി. കണ്ടോ, അവർ കറക്റ്റായിട്ട് നിൽക്കുന്നില്ലേ. ഇനി ആ സെൻറ്ററൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് ആക്കിയിട്ട് ആ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കുക. സെൻറ്ററിലേക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സെൻറ്റർ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, സാറ്റിൻ റിബൺ കൊണ്ട് കവർ ചെയ്തിട്ടും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ അങ്ങ് കവർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് തിരിച്ചും ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് അങ്ങ് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ആ റെഡിൽ ഗോൾഡ് വന്നപ്പോൾ പ്രത്യേക ഒരു ഭംഗിയായി കഴിഞ്ഞു. ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ പുറകിലേക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ്, ബ്ലാക്ക് കളറുള്ള ഫെൽറ്റ് ഷീറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും ചെയ്യുന്നത് ബോയും ഹെയർ ക്ലിപ്പും ആയിട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട് നമുക്ക്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് 2 സെപ്പറേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ വെച്ച് പേസ്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹെയർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാം, ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം നല്ല നീറ്റായി കഴിഞ്ഞ് ഇതിൻ്റെ പുറകിലേക്ക് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് ഫിക്സ് ചെയ്യുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഇത് നമുക്ക് എന്തായി, ഹെയർ ക്ലിപ്പായി കഴിഞ്ഞു. ഇത് നമുക്ക് എപ്പോഴും വേണോ ഹെയർ ക്ലിപ്പായിട്ട് വേണമെങ്കിൽ ഹെയർ ക്ലിപ്പായിട്ട് വയ്ക്കാം. ഇനി ഹെയർ ബാൻഡിൽ വയ്ക്കണമെങ്കിൽ ഹെയർ ബാൻഡായിട്ടും വയ്ക്കാം കേട്ടോ. ഇനി ഞാനിതിന് ഒന്ന് ജസ്റ്റ് നമ്മളെ ഹെയർ ബോയെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്.
അതിന് ഞാൻ എടുക്കുന്നത് സ്റ്റോൺ ചെയിനാണ് കേട്ടോ. സ്റ്റോൺ ചെയിനൊക്കെ കൊടുത്തിട്ട് ഒന്ന് കുറച്ച് മനോഹരമാക്കി എടുക്കാം നമുക്ക്. അതിന് മുമ്പേ നമ്മൾ ഈ ഹെയർ ബോ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ആക്കിയെടുക്കുക. അതാണ് ഞാൻ ചെയ്തത്. ഇനി അതിന് ശേഷം വേണ്ട ആ മൂന്നിലെ ഇതില്ലേ, ആ 3 ഫോൾഡിങ് നമ്മളെടുത്ത് ആ ഫോൾഡിങ്ങിലേക്ക് 3ലും ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇളകി വരാൻ ചാൻസ് കൂടുതലാണ്. ഓരോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക, അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തത്, പിന്നെ എൻ്റെ അടുത്തത്, ഇങ്ങനെ 3 ഉള്ളത് ഒട്ടിച്ചെടുക്കുക. ഈ സ്റ്റോൺ ചെയിൻ കൊടുക്കുമ്പോൾ ആ ഒരു ഭംഗി പ്രത്യേകിച്ച് അങ്ങ് എടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഈ സ്റ്റോൺ ചെയിൻ കൊടുത്തത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബീഡ്സും സ്റ്റോൺസും മിക്സ് ചെയ്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലെയറിൽ കുറച്ചിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്താലും അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. റെഡ് ആകുമ്പോൾ കുറച്ച് എടുത്ത് നിൽക്കും, റെഡും വൈറ്റും ഒക്കെ ആകുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നത്. ഇനി അടുത്ത സൈഡും ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് 3 ലെയറായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓരോ ലെയറിലും നന്നായിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടാണ്. നമ്മൾ ഒരു സൈഡിൽ ചെയ്യുന്നത് അടുത്ത സൈഡിൽ അതുപോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ബീഡ്സ് കൊടുത്താലും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, നല്ല എടുത്ത് നിൽക്കും. പിന്നെ ഇതിൽ പേൾ ചെയിനും കൊടുക്കാം. പേൾ ചെയിനും നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൽ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കിയില്ലേ, ഇത് സിമ്പിളായിട്ട് വെച്ചാലും ഹെയറിൽ ഇത് മാത്രം വെച്ചാലും ഭംഗിയാണ്. ഇനി ആ സെൻറ്ററിലേക്ക് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് കുഞ്ഞു സ്റ്റോൺസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞു സ്റ്റോൺസ് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിങ്ങനെ ഒത്തിരി കൊടുക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, 2 3 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിൽ കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു ഭംഗി, ഒരു സെൻറ്ററിൽ ഒരു കുറച്ചൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇനി അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ അത് ഏകദേശം ഇനി ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഹെയർ ബാൻഡിൽ ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യും, അതാണ് ഇനി അടുത്തുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ആദ്യം ഹെയർ ബാൻഡ് എടുക്കുക. ഹെയർ ബാൻഡിലേക്ക് ഇതേ സാറ്റിൻ റിബൺ ഇതുപോലെ ഒരു കുറച്ച് ലെങ്ത്, തീരെ ലെങ്ത് കുറച്ചെടുക്കുക. കുറച്ചൊരു ലെങ്തിൽ കട്ട് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത്, നമുക്ക് എത്ര വീതി ആവശ്യമുണ്ടോ ആ ഒരു വീതിക്കൊന്ന് കട്ട് ചെയ്ത് എഡ്ജ് നന്നായിട്ട് ഉരുക്കി ചേർത്ത്, അതിനുശേഷം കണ്ടില്ലേ സൈഡ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ദേ ഇതുപോലെ എഡ്ജൊന്നും നല്ല നീറ്റാക്കി സൈഡെല്ലാം ഇതുപോലെ വെച്ച് ഒന്ന് കറക്റ്റ് ആ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഏത് സൈഡിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക്. ഞാനിത് സാറ്റിൻ റിബൺ ആയതുകൊണ്ടാണ് ഉരുക്കി ചേർക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്താലും മതി. ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു 2 ഫോൾഡിങ് കൊടുക്കണം. പക്ഷേ ആ ഫോൾഡിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് വെച്ച് നോക്കണം. അത് നമുക്കത് ഇളക്കാനും ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് എന്നുവെച്ചാൽ തീരെ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും ഇത് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അലിഗേറ്റർ ക്ലിപ്പിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറും. അപ്പോൾ ഒരു ലെയറല്ല, ഒരു 2 ലെയർ നന്നായിട്ട്, തീരെ ടൈറ്റ് ചെയ്യല്ല. അവിടെ ഒരു ചെറിയൊരു ഇത് വേണം, കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ബാലൻസ് അവിടെ ഒന്ന് ഞാൻ രണ്ട് ലെയറാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക, ഒരുക്കി നന്നായിട്ട് അവിടെ അങ്ങ് ചേർക്കുക. ഇത് ഇളകി വരത്തില്ല കേട്ടോ, ഒരുക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അത് ഇളകിയൊന്നും വരത്തില്ല. ബാലൻസൊക്കെ ഉള്ള നല്ല നീറ്റായി കൊടുക്കുക. ഇത്രയാണുള്ളത്. വളരെ സിമ്പിളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തതാണ് കേട്ടോ. കണ്ടോ, ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെയർ ബാൻഡുമായിട്ട് യൂസ് ചെയ്യാം, ഹെയർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിത് ഹെയർ ക്ലിപ്പായിട്ട് വേണമെങ്കിൽ ഹെയർ ക്ലിപ്പായിട്ട് എടുത്ത് ഉപയോഗിക്കാം, ഹെയർ ബാൻഡ് ആണെങ്കിൽ ഹെയർ ബാൻഡ്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.